ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 69ാമത്തെ പാഠഭാഗമാണ് പറയുന്നത്. ഇന്ന് 771 മുതൽ 779 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത്. നാമം 771 ദുരാരാധ്യ. ഓം ദുരാരാധ്യായൈ നമഃ. ആരാധിക്കാൻ വിഷമമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. 681ാമത്തെ നാമം സുഖാരാധ്യ എന്നാണല്ലോ. ഭക്തന് ദേവിയെ ആരാധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. സുഖകരമായ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കാം എന്നാണ് സുഖാരാധ്യ എന്ന നാമത്തിൻ്റെ അർത്ഥം. എന്നാൽ സുഖാരാധ്യ എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമല്ല ദുരാരാധ്യ എന്ന പദം. ദുരാരാധ്യ എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഭക്തിയും ഏകാഗ്രതയും ഇല്ലാത്തവർക്ക് ദേവിയെ ഉപാസിക്കാൻ വിഷമമാണ് എന്നാണ് അർത്ഥം. ചഞ്ചല ചിത്തർക്ക്, അതായത് അസ്ഥിര മനസ്സുള്ളവർക്ക് ദേവിയെ ആരാധിക്കാൻ ബുദ്ധിമുട്ടാണ്. അർപ്പണബോധത്തോടെയുള്ള ഭക്തിയാണ് ദേവീയാരാധനയ്ക്ക് അവശ്യം വേണ്ടത്. ഇന്ദ്രിയങ്ങളെ ജയിച്ചവർക്ക് മാത്രമേ ദേവി ആരാധന എളുപ്പമായുള്ളൂ. അല്ലാത്തവർക്ക്, അതായത് ചഞ്ചല ചിത്തന്മാർക്ക് ദുരാരാധ്യ ആണ് ദേവി. സൗന്ദര്യലഹരി 95ാം ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ ചഞ്ചല ഹൃദയന്മാർക്ക് ദേവിയുടെ പാദപൂജ സുലഭമല്ല എന്ന് പറയുന്നു. പുരാരാധേരന്തപുരമസി തതശ്ചരണയോ സപര്യാമര്യാദ തരളകരണ നാമസുലഭ. 871ാമത്തെ നാമം ബഹുർമുഖ സുദുർലഭ എന്നാണല്ലോ. വിഷയാസക്തമായ മനസ്സുള്ളവരെയും ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായ ചഞ്ചല ചിത്തരെയുമാണ് ബഹിർമുഖ എന്ന പദം സൂചിപ്പിക്കുന്നത്. അപ്രകാരമുള്ളവർക്ക് ദേവി ദുരാരാധ്യയാണ്. നാമം 772 ദുരാധർഷ. ഓം ദുരാധർഷായൈ നമഃ. ധർഷിക്കപ്പെടുവാൻ കഴിയാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ധർഷിക്കുക എന്നാൽ തോൽപ്പിക്കുക, കീഴ്പ്പെടുത്തുക, വശത്താക്കുക എന്നിങ്ങനെയാണ് അർത്ഥം. ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവിയെ സ്വായത്തമാക്കുവാൻ ആർക്കും നിഷ്പ്രയാസം കഴിയില്ല. ദൃഢഭക്തിയും ഉപാസനയും കൊണ്ട് മാത്രമേ ദേവിയെ വശപ്പെടുത്താൻ കഴിയൂ. ഇതുതന്നെയാണ് 120ാമത്തെ നാമമായ ഭക്തിവശ്യ എന്ന നാമത്തിൽ പറയുന്നത്. ഭക്തിപൂർവം ആരാധിക്കുന്ന ഉപാസകർക്കേ ദേവി സ്വാധീനയായി തീരുന്നുള്ളൂ. അല്ലാത്തവർക്ക് ദേവിയെ സ്വാധീനിക്കാൻ ബുദ്ധിമുട്ടാണ്. ദേവിയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാനേ കഴിയൂ. ദുർ അധികം ആധർഷ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിച്ച് കാണുന്നു. ആധർഷ എന്നാൽ നിയന്ത്രിക്കുക, വരുതിയിലാക്കുക എന്നാണർത്ഥം. അപ്പോൾ ദുരാധർഷ എന്നാൽ ദേവിയെ നിയന്ത്രിക്കാനോ വരുതിയിലാക്കാനോ ആർക്കും സാധിക്കില്ലെന്ന് അർത്ഥം. നാമം 773 പാടലീ കുസുമപ്രിയ. ഓം പാടലീ കുസുമപ്രിയായൈ നമഃ. പാടലീ കുസുമ അധികം പ്രിയ എന്ന് പദം പിരിക്കാം. പാടലീ കുസുമം എന്നാൽ വെള്ളയും ചുവപ്പും നിറങ്ങൾ ചേർന്ന പാതിരിപ്പൂവ്. പരമശിവന് കൂവളം എന്ന പോലെ ദേവിക്ക് ഈ പൂവും വളരെ പ്രിയമാണ്. ഇത് ശിവശക്തി ഐക്യത്തെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനമുണ്ട്. പത്മപുരാണത്തിൽ ശ്രീ വൃക്ഷേ ശങ്കരോ ദേവഃ പാടലായാം തു പാർവതി എന്ന് പറയുന്നുണ്ട്.
ഗുരുപൂജയിൽ ഇപ്രകാരം സ്തുതിക്കുന്നു. വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാൻ മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർഘ്യം ത്രൈപുരം മഹഃ എന്ന്. നാമം 774. മഹതീ. ഓം മഹത്യൈ നമഃ. മഹത്ത് അധികം ഈ എന്ന് പദം പിരിക്കാം. മഹത്ത് എന്നാൽ വിശാലമായത്. ഈ എന്നാൽ ഇച്ഛയുള്ളവൾ, പ്രപഞ്ച സൃഷ്ടിക്കുതകുന്ന ഇച്ഛാശക്തിയുടെ രൂപത്തിലുള്ളവൾ, ഏറ്റവും വലിയവൾ, ശരീരത്തിലും ആത്മാവിലും മഹത്വമുള്ളവൾ, തന്നേക്കാൾ മഹത്വമുള്ളതായി മറ്റൊന്നും ഇല്ലാത്തവൾ, ആരാധനയ്ക്ക് യോഗ്യയായവൾ എന്നെല്ലാം വ്യാഖ്യാനമുണ്ട്. നാരദൻ്റെ വീണയുടെ പേര് മഹതി എന്നാണ്. ആ വീണയിൽ നാദബ്രഹ്മമായി കുടികൊള്ളുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട്. മഹാനാരായണോപനിഷത്തിൽ 12-ാം അനുവാകം 1-ാം മന്ത്രം ബ്രഹ്മം അഥവാ ആത്മാവ് മഹതോ മഹീയാൻ എന്ന് പറയുന്നു. അതായത് മഹത്തിനേക്കാൾ മഹത്തായിട്ടുള്ളതാണെന്നർത്ഥം. പുരാണ സംസ്കൃത വ്യാകരണ പണ്ഡിതനായ യാസ്കാചാര്യരുടെ നിരുക്തം എന്ന മഹത് ഗ്രന്ഥത്തിൽ മഹനീയോ ഭവതി എന്നാണ് മഹതി എന്ന പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അതായത് ആരാധിക്കേണ്ടവൾ ആരോ അവൾ എന്നാണ്. ശ്രീ ശങ്കരാചാര്യരുടെ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ ദേവിയുടെ മഹത്വത്തെപ്പറ്റി പറയുന്നുണ്ട്. ഏറ്റവും വലിപ്പമുള്ളവളെന്ന് അർത്ഥമെടുക്കാം. ദൃശ്യവും അദൃശ്യവുമായ എന്തിനേക്കാളും വലുതും ബ്രഹ്മാണ്ടങ്ങളെ വഹിക്കാൻ തക്ക ഉദരത്തോടും കൂടിയവളെന്ന് അർത്ഥം. ദൃശ്യ അദൃശ്യ പ്രഭൂതവാഹനഗരി ബ്രഹ്മാണ്ട പാണ്ഡോദരി എന്ന് അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ സ്തുതിക്കുന്നു. നാമം 775. മേരുനിലയാ. ഓം മേരുനിലയായൈ നമഃ. മേരു അധികം നിലയ എന്ന് പദം പിരിക്കാം. മേരു എന്നാൽ മഹാമേരു പർവ്വതം, നിലയ എന്നാൽ വാസസ്ഥാനമാക്കിയവൾ. അപ്പോൾ മഹാമേരു പർവ്വതം വാസസ്ഥാനമാക്കിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മധ്യസ്ഥ മേരൗ ലളിത സദൈവാസ്തേ മഹാദ്യുതി എന്ന് തന്ത്രരാജത്തിൽ പറയുന്നു. അതനുസരിച്ച് ശ്രീ ലളിതാദേവി മേരുമധ്യത്തിൽ വസിക്കുന്നതായി പറയപ്പെടുന്നു. ശ്രീചക്രത്തിന് 3 വിധത്തിലുള്ള പ്രസ്താരങ്ങളുണ്ട്. പ്രസ്താരം എന്നാൽ സാങ്കല്പികമായ വിശാലമായ മുറികളാണ്. ഭൂമിപ്രസ്താരം, കൈലാസപ്രസ്താരം, മേരുപ്രസ്താരം എന്നിവയാണ് അവ. വശിന്യാദി തുടങ്ങി 8 വാഗ്ദേവതമാരോട് താദാത്മ്യം വരുത്തുന്ന ഭൂപ്രസ്താരവും ആ മുതൽ ഇക്ഷ വരെയുള്ള മാതൃകാക്ഷരങ്ങളോടുള്ള താദാത്മ്യഭാവന കൈലാസപ്രസ്താരവും, ഷോഡശ നിത്യകളോടുള്ള അഭേദഭാവന അതായത് 16 നിത്യാദേവിമാരോടുള്ള താദാത്മ്യഭാവന മേരുപ്രസ്താരമെന്നും അറിയപ്പെടുന്നു. 15 തിഥിദേവതകളും ത്രിപുരസുന്ദരിയുമാണ് നിത്യാദേവതകൾ. ദേവി മേരുമധ്യത്തിൽ വസിക്കുന്നതായി വിശ്വാസം. മേരു എന്നാൽ നവാക്ഷര മന്ത്രമെന്നും പറയപ്പെടുന്നു. മഹാത്രിപുരസുന്ദരിയാ മന്ത്രോ മേരു സമദ്ഭവ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. മഹാത്രിപുരസുന്ദരിയുടെ മന്ത്രം മേരുവിൽ നിന്നും ഉദ്ഭവിച്ചതാണെന്നും അർത്ഥം. ആ മന്ത്രത്തിൻ്റെ പൊരുളായവളെന്നും അർത്ഥമുണ്ട്. ഈ മന്ത്രമാണ് സർവമന്ത്രങ്ങൾക്കും ഉദ്ഭവസ്ഥാനമെന്ന് വ്യാഖ്യാനം. 55-ാം നാമത്തിൽ സുമേരു മധ്യശൃംഗസ്ഥ എന്ന് നാം പഠിച്ചു. മേരു എന്നാൽ സുമേരു അഥവാ സ്വർണ്ണ നിറത്തിലുള്ള പർവ്വതം. സുമേരു പർവ്വതത്തിൻ്റെ 3 കൊടുമുടികളും അവയുടെ മധ്യത്തിലായി 4-മതൊരു കൊടുമുടിയും ഉണ്ട്.
3 കൊടുമുടികൾ ബ്രഹ്മാവ്, വിഷ്ണു, പരമേശ്വരൻ എന്നിവരുടെ വാസസ്ഥാനങ്ങളാണ്. ഈ 3 കൊടുമുടികളും ചേർന്ന് ഉണ്ടാകുന്ന ത്രികോണത്തിൻ്റെ നടുക്കായുള്ള 4ാമത്തെ കൊടുമുടി, അതായത് മഹാമേരുവിൻ്റെ മധ്യശൃംഗം ദേവിയുടെ നിലയമാണ്, അതായത് വാസസ്ഥാനം. ശ്രീചക്രത്തിൻ്റെ ബിന്ദുവായ സർവാനന്ദമയ ചക്രം ഒരു കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുന്നു. അതിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നതെന്ന് തന്ത്രപരമായ വ്യാഖ്യാനം. നട്ടെല്ലിനെ മേരുദണ്ഡമെന്നും പറയാറുണ്ട്. അതിൻ്റെ അറ്റം സഹസ്രാര ബിന്ദുവാണ്. അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നുണ്ട്. മേരുവിൻ്റെ മധ്യശൃംഗത്തിൽ വിശ്വകർമാവ് സൃഷ്ടിച്ച സർവ സൗഭാഗ്യ കേദാരമായ നഗരമാണിത് എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. തത്ര ചതുശതയോജന പരിണാഹം ദേവശില്പിനാ രചിതം നാനാസാല മനോജ്ഞം നമാമ്യഹം നഗരമാദിവിദ്യായാഹ എന്ന് ലളിതാസ്തവരത്നത്തിൽ ദുർവാസാവ് മഹർഷി പറഞ്ഞിരിക്കുന്നു. 400 യോജന വിസ്താരമുള്ളതും നാനാവിധ മതിലുകളെ കൊണ്ട് മനോജ്ഞവുമാണ് മേരുനഗരം. ഇതിന് 16 നഗരങ്ങളുണ്ടെന്നും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ 16 നഗരങ്ങളിലും ദേവി ലോകരക്ഷയ്ക്കായി 16 രൂപത്തിൽ വിളങ്ങുന്നുവെന്നും ലളിതോപാഖ്യാനത്തിലുണ്ട്. ജ്ഞാനാർണവ തന്ത്രത്തിലും മേരു എന്നൊരു നവാക്ഷരി മന്ത്രമുണ്ട് എന്നും ഈ മന്ത്രം സ്വരൂപമായവളെന്നും നാമത്തിന് അർത്ഥം കാണുന്നു. നാമം 776 മന്ദാര കുസുമപ്രിയ. ഓം മന്ദാര കുസുമപ്രിയായൈ നമഃ. മന്ദാര കുസുമ അധികം പ്രിയ എന്ന് പദം പിരിക്കാം. മന്ദാരപ്പൂവിനെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവവൃക്ഷങ്ങൾ 5 തരമുണ്ട്. മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം എന്നിവയാണ് അവ. ഇവയിൽ മന്ദാരത്തിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഭൂമിയിലെ മന്ദാരത്തിൻ്റെ പൂക്കളിൽ പ്രിയമുള്ളവളെന്നും വ്യാഖ്യാനം കാണുന്നു. മന്ദാരത്തിന് വെളുത്ത എരിക്കിൻ പൂവെന്നും നാമമുണ്ട്. ശ്വേതാർക്ക വൃക്ഷം എന്നു പേര്. അപ്പോൾ വെള്ള എരിക്കിൻ പൂവ് ഇഷ്ടപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. നാമം 777 വീരാരാധ്യ. ഓം വീരാരാധ്യായൈ നമഃ. വീര അധികം ആരാധ്യ എന്ന് പദം പിരിക്കാം. വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. യാതൊരുവൻ ദ്വൈതത്തിൽ വിശ്വസിക്കുന്നില്ലയോ, അതുമൂലമുണ്ടാകുന്ന ഞാൻ എൻ്റെ എന്ന ഭാവനകളിൽ നിന്നും മുക്തനാണോ, അവനെ വീരനെന്ന് പറയുന്നു. മനോനിയന്ത്രണമുള്ള ശക്തനായ ധീരനായ ആത്മസ്വരൂപത്തെ തിരിച്ചറിയുന്ന ജ്ഞാനിയായ പരാക്രമശീലമുള്ള അവനെ വീരനെന്ന് പറയുന്നു. പഞ്ചാശികായിൽ വീരൻ്റെ ലക്ഷണം മേൽപ്പറഞ്ഞ ഗുണങ്ങളാണ്. അഹമിപ്രളയം കുർവൻ ഇദം പ്രതിയോഗിനാഹ പരാക്രമപരോ ഭുങ്ക്തേ സ്വാത്മാനമ ശിവാപഹം. വീരൻ എന്ന പദത്തിന് അഗ്നി, വിഷ്ണു, ഭീഷ്മർ, വീരഭദ്രൻ എന്ന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അഗ്നിയാലും വിഷ്ണുവിനാലും ഭീഷ്മരാലും വീരഭദ്രനാലും ആരാധിക്കപ്പെടുന്നവളെന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. കൂടാതെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന 6 ശത്രുക്കളെ ജയിച്ച് ആത്മജ്ഞാനം നേടിയവരാണ് വീരന്മാർ. അവർക്കേ ദേവിയെ വേണ്ടതുപോലെ ആരാധിക്കാനാവൂ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 778 വിരാട് രൂപ. ഓം വിരാട് രൂപായൈ നമഃ. വിരാട് അധികം രൂപ എന്ന് പദം പിരിക്കാം.
വിരാട് രൂപ എന്നാൽ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തോടു കൂടിയവൾ. വിശേഷേണ രാജതെ ഇതി വിരാട് എന്ന് വിഗ്രഹം. ദേവി ഭാഗവതത്തിൽ സപ്തമസ്കന്ധം 33-ാം അധ്യായത്തിൽ ദേവി തൻ്റെ വിശ്വരൂപം ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതായി പറയുന്നു. അവശ്യം സ്തേ മഹാദേവ്യ വിരാട് രൂപം പരാത്പരം ദൗർമസ്തകം ഭവേദ്യസ്യ ചന്ദ്രസൂര്യൗ ചക്ഷുഷി. ഈ അധ്യായത്തിൽ തന്നെ 23 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളിൽ വിരാട് രൂപ വർണ്ണനയാണ്. സർവപ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്ന സർവകാരണമായ പരബ്രഹ്മത്തെയാണ് വിരാട് എന്ന് പറയുന്നത്. ലളിതാസ്തവരാജത്തിൽ അണോരണുതരേ ദേവി മഹതോപി മഹീയസി പരാത്പരതരേ മാതസ്തേജസ്ത്വം തേജതാമസി എന്നും ദേവിയുടെ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നു. ദേവി മാഹാത്മ്യം 11-ാം അധ്യായത്തിലും ദേവിയുടെ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നു. 23-ാം ശ്ലോകത്തിനു മുമ്പായി സർവത പാണിചരണേ സർവതോക്ഷി ശിരോമുഖേ സർവത ശ്രവണഘ്രാണേ നാരായണീ നമോസ്തുതേ എന്ന് സ്തുതിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ ക്ഷേത്രജ്ഞ വിഭാഗയോഗമെന്ന 13-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി എന്ന്. സർവത്ര കൈകാലുകളോടും സർവത്ര കണ്ണുകളും വായകളുമായി സർവത്ര ചെവികളോടും കൂടിയ ബ്രഹ്മം ലോകത്തിൽ എല്ലാത്തിനെയും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നാണിതിൻ്റെ അർത്ഥം. ശ്വേതാശ്വതരോപനിഷത്തിൽ ആദ്യ പകുതിയിലുടനീളം ഈ പ്രപഞ്ചമായി പരിണമിച്ച വിരാട് രൂപിയായ ഈശ്വരരൂപമാണ് വിവരിക്കുന്നത്. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹിരുതേ വിശ്വതസ്പാത്. സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്ന ദേവൻ ഏകനാണെങ്കിലും പ്രപഞ്ചത്തിൽ കൈയും കാലും കണ്ണും ഒക്കെയായി വിരാട് രൂപിയായി നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അർത്ഥം. ഇങ്ങനെ ജഗത്തിനെ പൂർണ്ണമായും ആവരണം ചെയ്ത ശേഷം 10 അങ്കുലം അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നുവെന്നും ശ്വേതാശ്വതരോപനിഷത്തിൽ തന്നെ പറയുന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്ന്. വിശ്വസ്യ സ്രഷ്ടാരം അനേകരൂപം വിശ്വസൈകം പരിവേഷ്ടിതാരം. അനേക രൂപങ്ങളെ സ്വീകരിച്ച് ബ്രഹ്മം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും ശ്വേതാശ്വതരോപനിഷത്ത് പറയുന്നു. പുരുഷ സൂക്തത്തിലെ ആദ്യത്തെ മന്ത്രവും ഇതുതന്നെയാണ്. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലും ബൃഹത് രൂപ, വർത്തമാന, സഹസ്രശീർഷ തുടങ്ങി വളരെയധികം നാമങ്ങളിലും ഭഗവാന്റെ, അതായത് ബ്രഹ്മത്തിൻ്റെ വിരാട് രൂപത്തെ സൂചിപ്പിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ വിശ്വരൂപ ദർശന യോഗമെന്ന 11-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകം പശ്യമേ പാർത്ഥരൂപാണി ശതശോതസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തത്. ബൃഹദാരണ്യകോപനിഷത്തിലും 2-ാം അധ്യായം 5-ാം ബ്രാഹ്മണം 19-ാം മന്ത്രം രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭിഃ പുരുരൂപ ഈയതേ യുക്ത യസ്യ ഹരയ ശതാദശ. ഇതിൽ പല അവതാരങ്ങൾ ചേർന്ന വിരാട് രൂപത്തെക്കുറിച്ചും രൂപമേ ഇല്ലാത്ത ബ്രഹ്മമായും ഉപനിഷത്ത് പറയുന്നു. ഏതാണ് ഭഗവത് രൂപമെന്നതിന് എല്ലാം ഈ കാണുന്നതെല്ലാം ഭഗവത് രൂപമാണെന്ന് മറുപടി പറയാം. നാമം 779 വിരജാഹ. ഓം വിരാജസേ നമഃ.
ഓം വിരാജസേ നമഃ എന്നാണ് പറയേണ്ടത്. വി അധികം രജ എന്നാൽ വിഗതമായ രജോ ഗുണത്തോട് കൂടിയവൾ എന്നർത്ഥം. വിഗതമായ എന്നാൽ ഇല്ലാത്തതായ, രജ എന്നാൽ രജോ ഗുണം. ഇവിടെ പാപങ്ങൾ, മാലിന്യം, കാമക്രോധങ്ങൾ, കളങ്കം എന്നിവയൊന്നും സ്പർശിക്കാത്തവൾ എന്നാണ് അർത്ഥം. ഭക്തജനങ്ങളുടെ പാപസമൂഹത്തെ വിശേഷിച്ചും ഇല്ലാതാക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. രജ എന്ന പദത്തിന് തേജസ്, പ്രകാശം, ജലം, ലോകം എന്നീ അർത്ഥങ്ങളുമുണ്ട്. ഈ അർത്ഥങ്ങൾ സ്വീകരിക്കുമ്പോൾ വി എന്നതിന് സവിശേഷമായ, പ്രത്യേകമായ എന്നെല്ലാം അർത്ഥം കൊടുക്കാം. ഉത്കലദേശത്തുള്ള, അതായത് ഇപ്പോഴത്തെ ഒഡീഷയിലുള്ള ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രസിദ്ധമായ വിരജാക്ഷേത്രത്തിൻ്റെ അധിഷ്ഠാന ദേവത വിരജാദേവിയാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വിരജേ വിരജാമാതാ ബ്രഹ്മമാ സംപ്രതിഷ്ഠിത യസ്യാ സന്ദർശനാൻ മർത്യ പുനാത്യ സപ്തമം കുലം എന്ന് പറയുന്നു. ഒരിക്കൽ വിരജാദേവിയെ ദർശനം നടത്തിയാൽ മർത്യൻ്റെ 7 തലമുറകൾ ശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് അർത്ഥം. മഹാനാരായണോപനിഷത്തിൽ 66-ാം അനുവാകം 1-ാം മന്ത്രം ജ്യോതിരഹം വിരജ വിവാപ്മാ ഭൂയാസം സ്വാഹ എന്ന് പറയുന്നു. ജ്യോതിരഹം വിരജ വിപാപ്മാ ഭൂയാസം സ്വാഹ എന്ന് പറയുന്നു. ഞാൻ രജോ ഗുണവും പാപവും നശിച്ച് ഈശ്വരനുമായി ഐക്യം പ്രാപിക്കുമാറാകട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. 779 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു. ഇനി 780 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച, അതായത് 25-ാം തീയതി പറയാം. ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾ. നന്ദി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.